വയനാട് കോൺഗ്രസിൽ ആത്മഹത്യയുടെ പരമ്പര നടന്നതിലും സാമ്പത്തിക അഴിമതിയിലും ആക്രമണത്തിലും പ്രതിഷേധിച്ച കൊലയാളി കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യമുയർത്തി സിപിഐഎം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധം സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പുൽപ്പള്ളിയെ പ്രകമ്പനം കൊള്ളിച്ച മുദ്രാവാക്യങ്ങളുമായി നൂറുകണക്കിന് ആളുകളാണ് പ്രകടനത്തിൽ അണിനിരന്നത്. വയനാട് കോൺഗ്രസിലെ അഴിമതിയും അക്രമവും ചെറുക്കുക, നേതാക്കളുടെ ആത്മഹത്യാ പരമ്പര, കൊലയാളി കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സിപിഐഎം വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളിയിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി പ്രകടനത്തിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ ആവർത്തിച്ചു പറയുകയാണ്, കോൺഗ്രസ് പണമടക്കുന്നില്ലെങ്കിൽ, ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നില്ലെങ്കിൽ, ആ കുടുംബത്തെ വഴിയാധാരമാക്കാതെ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ആ കുടുംബത്തെ സംരക്ഷിക്കുമെന്നും എം.വി. ജയരാജൻ പറഞ്ഞു. കോൺഗ്രസ് അടക്കുമെന്ന് പറഞ്ഞ് കരാറുണ്ടാക്കിയ ഈ വിഷയത്തിൽ കോൺഗ്രസ് പണമടക്കില്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങൾ കടക്കാൻ കഴിയില്ല എങ്കിൽ ഒരു കാര്യം ആവർത്തിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിജയൻ ആത്മഹത്യ ചെയ്തതിനു ശേഷം ആ വീട് സന്ദർശിച്ചപ്പോൾ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ ആവർത്തിച്ചു പറയട്ടെ, കോൺഗ്രസ് പണമടക്കുന്നില്ലെങ്കിൽ, ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നില്ലെങ്കിൽ, ആ കുടുംബത്തെ വഴിയാധാരമാക്കാതെ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ആ കുടുംബത്തെ സംരക്ഷിക്കും. ജനാധിപത്യ പാർട്ടിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കോൺഗ്രസിനെ ഇപ്പോൾ കൊലയാളി പാർട്ടി എന്നാണ് ജനങ്ങൾ വിളിക്കുന്നത്. പഴയ പോലെ കസേരയേറല്ല കോൺഗ്രസിൽ നടക്കുന്നത്, ആത്മഹത്യകളാണ് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും എം.വി. ജയരാജൻ ഓർമ്മിപ്പിച്ചു. പാർട്ടിയെ നാട്ടുകാർ വിളിക്കുന്നത് കൊലയാളി പാർട്ടി എന്നാണ്. ആ ജനാധിപത്യ പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കം പഴയതുപോലെ കസേലകൾ കൊണ്ട് ഇകറല്ല, പിന്നെയോ ആളെ കൊല്ലുന്ന പരിപാടിയാ. മരിച്ചാലും വെറുതെ വിടുന്നവരല്ല ഇപ്പോൾ കോൺഗ്രസുകാർ, ശവത്തിൽ കുത്തി രക്തം കുടിക്കുകയാണവർ. ജോസ് നല്ലയിടത്തെ ഇപ്പോഴും ക്വാറി മാഫിയയിൽ നിന്നും പണം വാങ്ങുന്നവനായി സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി MP ഇപ്പോൾ ആദിവാസികളെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവർ ആദിവാസി സമൂഹത്തെ കണ്ടിട്ടില്ല. ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ പോകാൻ അവർക്കിപ്പോൾ സമയമില്ല. കോൺഗ്രസുകാർ സോഷ്യൽ മീഡിയയിലൂടെ ജോസ് മാഫിയ സംഘങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നയാളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് ഇപ്പൊ ഏറ്റവും വലിയ വേദന. മരിച്ചാലും വെറുതെ വിടില്ല, ശവത്തിൽ കുത്തി രക്തം ഊറ്റുന്നവരായി ഈ കോൺഗ്രസ് പാർട്ടി മാറി. ഇവിടുത്തെ MP പലയിടങ്ങളിലും പോകുന്നുണ്ട്. ആദിവാസികളെ ഇതുവരെ കണ്ടിട്ടില്ല അവർ. എന്നാൽ ഇപ്പോ ആദിവാസികളെ കാണാനൊരു മോഹം കൊണ്ട് പോവുകയാണ് ഒരു MP. പ്രിയപ്പെട്ടവരെ, ഈ കോൺഗ്രസിന് വേണ്ടി ജീവിതാവസാനം വരെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച നേതാക്കളും പ്രവർത്തകരും അടങ്ങുന്ന 5 പേർ ആത്മഹത്യ ചെയ്തതിൽ അതിൽ 3 പേരും സമീപ നാളുകളിലാണ് ആത്മഹത്യ ചെയ്തത് എന്ന് കണക്കിലെടുത്ത് ആ കുടുംബങ്ങളിലെങ്കിലും ഒന്ന് പോണ്ടേ. കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവൻ അപഹരിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് തന്നെ മാറുകയാണ്. ആന്റണി ഇനിയും കാര്യങ്ങൾ പറയും എന്നാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ കൊള്ളരുതായ്മ തുറന്നു പറയാൻ നിയമസഭാ ഇലക്ഷൻ കഴിയും വരെ കാത്തിരിക്കും എന്ന് പറയാതെ അതിനു മുൻപ് ജനങ്ങളോട് ആന്റണി തുറന്നു പറയണം. NM വിജയനും ജോസും രാജേന്ദ്രൻ നായരും ജോണും എല്ലാം ആത്മഹത്യ ചെയ്തതിൽ താൻ അതീവ ദുഃഖിതനാണ് എന്നല്ലേ അദ്ദേഹം പറയുക. ജില്ലാ സെക്രട്ടറി കെ റഫീഖ്, സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ, AN പ്രഭാകരൻ, M മധു, MS സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. രുക്മിണി സുബ്രഹ്മണ്യൻ അധ്യക്ഷയായിരുന്നു. കൈരളി ന്യൂസ്, വയനാട്.